വെൽക്കം ടു ലക്ഷ്യാസ് ലേണിംഗ് യൂട്യൂബ് ചാനൽ. ഇന്ന് നോക്കുന്നത് വളരെ റീസെൻ്റ് ആയിട്ട് നടന്ന SC/ST ഡെവലപ്മെൻറ്റ് ഓഫീസർ എക്സാമിന് ഇംഗ്ലീഷിൽ ചോദിച്ച ക്വസ്റ്റ്യൻസിൽ നിന്ന് ചില ക്വസ്റ്റ്യൻസ് അതുമായി ബന്ധപ്പെട്ട ചില ഫാക്ട്സുമാണ് നോക്കുന്നത്. സെഷനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ദി പ്ലൂറൽ ഫോം ഓഫ് ഫിനോമിനൻ ഈസ്. ഫിനോമിനൻ എന്ന വാക്കിൻ്റെ പ്ലൂറൽ ഫോം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫിനോമിനെ, ഫിനോമിനൻസ്, ഫിനോമിന, ഫിനോമിനാസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. കാണാൻ പിടിച്ചേക്കുക. ഫിനോമിനൻ എന്ന വാക്കിൻ്റെ പ്ലൂറൽ ഫോം ഫിനോമിന എന്നാണ്. ഫിനോമിന എന്നാണ് പ്ലൂറൽ ഫോം. ഇത് പഠിക്കുമ്പോൾ ഒരു പോയിന്റ് കൂടെ ഓർത്ത് വെച്ചേക്കുക. മറ്റൊന്നുമില്ല, സിംഗുലർ പ്ലൂറൽ ഫോമേഷൻ. സിലബസിനകത്ത് എടുത്ത് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കാണ് സിംഗുലർ പ്ലൂറൽ ഫോമേഷൻ. ഈ സിംഗുലർ തരുമ്പോൾ US-ൽ അവസാനിക്കുന്ന വാക്കുകളുടെ പ്ലൂറൽ ഫോം എല്ലാം എൻഡ് ചെയ്യുന്നത് യൂഷ്വലി ഐയിലായിരിക്കും എന്നൊന്ന് കാണാൻ പിടിച്ച് വെച്ചേക്കുക. അപ്പോൾ US-ൽ അവസാനിക്കുന്ന, ഇവിടെ US അല്ല, US-ൽ അവസാനിക്കുന്ന സിംഗുലാർ വേർഡ്സിൻ്റെ പ്ലൂറൽ ഫോം സാധാരണഗതിയിൽ ഐയിലാണ് എൻഡ് ചെയ്യുന്നത് എന്ന് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി ഐയിൽ എൻഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ മറ്റൊരു കാര്യം ഓർക്കണം. ഐയിൽ എൻഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ US-ൻ്റെ ആ എസ്സിനെ എടുത്തങ്ങ് കളഞ്ഞേക്കണം. ക്ലിയർ? അപ്പോൾ US-ൽ, ഒന്നുകൂടെ പറയാം, US-ൽ അവസാനിക്കുന്ന വാക്കുകൾ ഐയിലായിരിക്കും എൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഒരു കാര്യം. 2, ഐയിലാണ് എൻഡ് ചെയ്യുന്നതെങ്കിലും ആ എസ്സിനെ കളഞ്ഞിട്ട് വേണം അവിടെ ഐ ചേർക്കാൻ എന്നും കൂടെ ഓർക്കുക. എസ്സിനെ അവിടെ കളഞ്ഞിട്ട് വേണം ഐ ചേർക്കാനായിട്ട്. എസ് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. ചില കേസിൽ അതിന് തൊട്ടുമുമ്പുള്ള അക്ഷരങ്ങൾ കാണാതിരിക്കാം, പക്ഷേ എസ് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. എൻഡ് ചെയ്യുന്നത് ഐയിലായിരിക്കുകയും വേണം. ക്ലിയർ ആണ്? ഞാനിവിടെ എഴുതിയിരിക്കുന്ന ചില വാക്കുകൾ: റേഡിയസ്, സ്റ്റിമുലസ്, അലുമിനസ്, ഫോക്കസ്, ന്യൂക്ലിയസ്, ഫംഗസ്, സിലബസ്. 7 പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റ്യനാണ്. എല്ലാം അവസാനിക്കുന്നത് US-ലാണ്. അപ്പോൾ ഇതിൻ്റെ പ്ലൂറലെല്ലാം എൻഡ് ചെയ്യുന്നത് ഇതിലായിരിക്കണം, ഐയിലായിരിക്കണം. റേഡിയസ് എന്ന വാക്കിൻ്റെ പ്ലൂറൽ ഫോം റേഡിഐ എന്നാണ്. റേഡിയസ്, റേഡിഐ. അപ്പോൾ സ്റ്റിമുലസ് എന്തായിരിക്കും? സ്റ്റിമുലസ്, സ്റ്റിമുലൈ എന്നാണ്. ക്ലിയർ? അപ്പോൾ ഇവിടെ എല്ലാം എസ് നമ്മൾ കളഞ്ഞു, പകരം ഐ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്റ്റിമുലസ്, സ്റ്റിമുലൈ. അതുപോലെ അലുമിനസ്, അലുമിനി ആണ്. അലുമിനസ്, അലുമിനി. ഫോക്കസ്, ഫോക്കൈ എന്നാണ്. അതുപോലെ ന്യൂക്ലിയസിൻ്റെ പ്ലൂറൽ ഫോം ന്യൂക്ലിഐ എന്നും, ഫംഗസ്, ഫംഗൈ എന്നും, സിലബസ്, സിലബി എന്നുമാണ്. ക്ലിയർ? അപ്പോൾ US-ൽ അവസാനിക്കുന്ന സിംഗുലാർ വേർഡ്സിനെ പ്ലൂറലിലേക്ക് മാറ്റുമ്പോൾ അതെല്ലാം അവസാനിക്കുന്നത് ഐയിലാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അങ്ങനെ ഐയിൽ അവസാനിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, എസ്സിൽ അവസാനിക്കാൻ പാടില്ല. എസ്സിനെ നിങ്ങൾ കളഞ്ഞിട്ട് വേണം, എസ് അല്ലെങ്കിൽ US-നെ കളഞ്ഞിട്ട് വേണം നിങ്ങളുടെ ഐ ചേർക്കാനെന്ന് ഓർക്കുക. അപ്പോൾ റേഡിയസിൽ നമ്മൾ US കളഞ്ഞു, പകരം എന്ത് ചെയ്തു? ഐ ചേർത്തു, റേഡിഐ. സ്റ്റിമുലസിൽ US കളഞ്ഞു, പകരം ഐ ചേർത്തു, സ്റ്റിമുലൈ. അലുമിനസിൽ US കളഞ്ഞു, ഐ ചേർത്തു, അലുമിനി. ഫോക്കസിൽ US കളഞ്ഞു, ഐ ചേർത്തു, ഫോക്കൈ. ന്യൂക്ലിയസിൽ US കളഞ്ഞു, ഐ ചേർത്തു, ന്യൂക്ലിഐ. ഫംഗസിൽ US കളഞ്ഞു, ഐ ചേർത്തു, ഫംഗൈ. സിലബസിൽ US കളഞ്ഞു, ഐ ചേർത്തു, സിലബി. ക്ലിയർ ആണ്? അപ്പോൾ ഇത്രയുമാണ് ഒന്ന് ഓർത്തിരിക്കേണ്ടത്. US-ൽ അവസാനിക്കുന്ന സിംഗുലാർ വാക്കുകളുടെ പ്ലൂറൽ ഫോം എഴുതുമ്പോൾ US-നെ കളഞ്ഞിട്ട് പകരം ഐ ചേർക്കുക എന്നൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 2, ദി റെസൊല്യൂഷൻ വാസ് പാസ്ഡ് ബൈ ഡാഷ് യുനാനിമസ് ഡിസിഷൻ. The resolution was passed by dash unanimous decision. ഓപ്ഷൻസ് കാണുമ്പോൾ അറിയാം, ആർട്ടിക്കിൾ എന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എ ആൻഡ് ദ 3 ആർട്ടിക്കിളും കൊടുത്തിട്ടുണ്ട്. ഇനി 3ഉമല്ല, ചില ക്വസ്റ്റ്യനിൽ നമുക്ക് ആർട്ടിക്കിൾ എഴുതേണ്ട ആവശ്യം വരത്തില്ല. അത് തിരിച്ചറിയാനുള്ള ഒരു മാർഗം എന്താണെന്ന് വെച്ചാൽ, അവിടെ നൺ ഓഫ് ദീസിന് പകരം സാധാരണഗതിയിൽ നോ ആർട്ടിക്കിൾ എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ ആൻസർ ആയിട്ട് വരാൻ ചാൻസ്, അതായത് ആർട്ടിക്കിൾ അല്ലാതെ ആൻസറായിട്ട് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്കവിടെ ഒരു ആർട്ടിക്കിളും ഉപയോഗിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ നൺ ഓഫ് ദി എബോവ് എന്ന് പറയുന്നതിന് പകരം സാധാരണയിൽ നോ ആർട്ടിക്കിൾ എന്നായിരിക്കും കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഇവിടെ നൺ ഓഫ് ദീസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എയിൽ ആൻഡും ദ 3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് ആൻസർ വരാനുള്ള ചാൻസ് വളരെ കൂടുതൽ. കഴിഞ്ഞ ക്ലാസ്, തൊട്ട് മുമ്പത്തെ ക്ലാസ് കണ്ടവർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ പറയാം. സ്വരാക്ഷരങ്ങൾ, ഡാഷ് കഴിഞ്ഞ് കിടക്കുന്ന വാക്ക്, ബ്ലാങ്ക് കഴിഞ്ഞ് കിടക്കുന്ന വാക്കിനെ അതുപോലെ മലയാളത്തിലാക്കുക. മലയാളത്തിലാക്കുക എന്ന് വെച്ചാൽ അർത്ഥം മാറ്റുക എന്നല്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, അർത്ഥം മാറ്റുക എന്നല്ല, യുനാനിമസ് എന്നാണ്. അപ്പോൾ നമ്മൾ യുനാനിമസ് എന്ന് മലയാളത്തിലാക്കും. യുനാനിമസ് എന്ന് മലയാളത്തിലേക്ക് മാറ്റുക, അത്രയേ ഉള്ളൂ. അർത്ഥമൊന്നും എഴുതണ്ട. അങ്ങനെ മലയാളത്തിലേക്ക് മാറ്റുമ്പോൾ ആദ്യത്തെ അക്ഷരം മാത്രം എടുക്കുക. ഇവിടെ ആദ്യത്തെ അക്ഷരം യായാണ് ആദ്യത്തെ അക്ഷരം. ആ അക്ഷരം ഒരു സ്വരാക്ഷരമാണെങ്കിൽ നിങ്ങളുടെ ആൻസർ ആൻ എന്നും,
ആ ആദ്യത്തെ അക്ഷരം ഒരു വ്യഞ്ജനാക്ഷരമാണെങ്കിൽ ആൻസർ എ എന്നുമാണ് എഴുതേണ്ടത്. അതുപോലെ യായിലാണ് ആരംഭിക്കുന്നതെങ്കിലും എ. അത് വേണമെങ്കിൽ പ്രത്യേകം പഠിച്ചു വെച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ യാ എന്ന് പറയുന്നത് വ്യഞ്ജനാക്ഷരത്തിനകത്ത് തന്നെ വരുന്നതാണ്. ഇനി യായിൽ ആരംഭിക്കുന്ന ഒരുപാട് വാക്കുകൾ PSC ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ യാ വന്നാൽ എ എന്നങ്ങ് കാണാ പിടിച്ച് വയ്ക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ സ്വരാക്ഷരങ്ങൾ ആരംഭിച്ചാൽ ആൻ എഴുതുക, വ്യഞ്ജനാക്ഷരങ്ങളാണെങ്കിൽ എ എഴുതുക, യായിലാണ് ആരംഭിക്കുന്നതെങ്കിൽ അതും എ തന്നെ എഴുതുക. ഇവിടെ യുനാനിമസ് യായിലാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ഒരു സംശയം വേണ്ട, ദ റെസൊല്യൂഷൻ വാസ് പാസ്ഡ് ബൈ എ യുനാനിമസ് ഡിസിഷൻ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണ്? ഒന്നുകൂടെ പറയാം. ബ്ലാങ്ക് കഴിഞ്ഞ് കിടക്കുന്ന വാക്കിനെ അതുപോലെ മലയാളത്തിൽ എഴുതുക, അർത്ഥം മാറ്റരുത്. വാക്ക് എങ്ങനെ നിങ്ങൾ ഉച്ചരിക്കുന്നുവോ അതുപോലെ മലയാളത്തിൽ എഴുതുക. എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് മുഴുവൻ എഴുതാൻ അറിയില്ലെങ്കിൽ ആദ്യത്തെ അക്ഷരങ്ങൾ മാത്രം മതി. ആദ്യത്തെ അക്ഷരം മാത്രം എടുക്കുക. അതൊരു സ്വരാക്ഷരമാണെങ്കിൽ ആൻ ആണ് ആൻസർ, വ്യഞ്ജനാക്ഷരമാണെങ്കിൽ എ ആണ് ആൻസർ, യായിലാണ് ആരംഭിക്കുന്നതെങ്കിലും എ ആണ് ആൻസർ. ഇവിടെ യുനാനിമസ് യായിലാണ് ആരംഭിച്ചത്, അതുകൊണ്ട് എ എഴുതി. ഇനി ദ ആർട്ടിക്കിൾ വരുന്ന കണ്ടീഷൻസ് ഒരുപാടുണ്ട്, അത് വരികയാണെങ്കിൽ മാത്രം അങ്ങോട്ട് ചിന്തിച്ചാൽ മതി. ക്ലിയർ ആണ്? അടുത്ത ക്വസ്റ്റ്യൻ പാസീവ് വോയിസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരമായിട്ടിപ്പോൾ എക്സാമിന് ചോദിക്കുന്നുണ്ട് ആക്റ്റീവ് പാസീവ് വോയിസ് എന്നൊരു ക്വസ്റ്റ്യൻ. ദ പാസീവ് വോയിസ് ഓഫ് ആർ യു ഓർഗനൈസിങ് ദി ഡിബേറ്റ്, ആർ യു ഓർഗനൈസിങ് ദി ഡിബേറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ? അപ്പോൾ ആർ യു ഓർഗനൈസ് ദിസ് ഡിബേറ്റ് എന്നാണ് കേട്ടോ. ആർ യു ഓർഗനൈസിങ് ദിസ് ഡിബേറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലും യൂട്യൂബിൽ തന്നെ വന്ന കഴിഞ്ഞ ക്ലാസ്സിലും ഞാൻ പറഞ്ഞിരുന്നു ING വരുന്ന ക്വസ്റ്റ്യൻ, ആക്റ്റീവ് പാസീവ് വോയിസിൽ ING വരുന്ന ക്വസ്റ്റ്യൻ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ആക്റ്റീവ് പാസീവ് വോയിസിൻ്റെ ക്വസ്റ്റ്യനകത്ത് ഒരു ING കിടപ്പുണ്ടെങ്കിൽ, വെർബ് പ്ലസ് ING കിടപ്പുണ്ടെങ്കിൽ ആൻസറിനകത്തും നിർബന്ധമായും ഒരു ING ഫോം വന്നിരിക്കണം. അത് എങ്ങനെ ഏതൊരു രീതിയിലുള്ള ING ഫോമും ആകാം, പക്ഷേ നിർബന്ധമായി ഉണ്ടായിരിക്കണം. അപ്പോൾ ബേസായിട്ട് ഓർത്തിരിക്കേണ്ടത്, ആക്റ്റീവ് പാസീവ് വോയിസിൻ്റെ ക്വസ്റ്റ്യനകത്ത് ഒരു ING ഫോം വന്നു കഴിഞ്ഞാൽ ആക്റ്റീവ് പാസീവ് വോയിസിൻ്റെ ആൻസറിനകത്തും ഒരു ING ഫോം ഉണ്ടായിരിക്കണം എന്നുള്ളത് എപ്പോഴും ഓർത്ത് വെച്ചേക്കുക. ഇവിടെ ആർ യു ഓർഗനൈസിങ് ദിസ് ഡിബേറ്റ്, ഓർഗനൈസിങ് എന്ന വാക്ക് കിടപ്പുണ്ട്, ING ഫോമാണ്, വെർബ് പ്ലസ് ING ആണ്. അപ്പോൾ ആൻസറിനകത്തും ഉറപ്പായും ING ഉണ്ടായിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനകത്ത് അവിടെ ബീയിങ് എന്ന് കിടപ്പുണ്ട്, സെക്കൻഡ് ഓപ്ഷനകത്ത് ING ഇല്ല, അതിനെ അപ്പോൾ തന്നെ നമുക്ക് കളയാം. തേർഡിനകത്ത് ബീയിങ് എന്ന് കിടപ്പുണ്ട്, ഫോർത്തിനകത്തും ബീയിങ് എന്ന് കിടപ്പുണ്ട്. ക്ലിയർ? അപ്പോൾ 4 ഓപ്ഷനിൽ 3 ഇനി നമുക്ക് കയ്യിലുണ്ട്, ഒരെണ്ണം നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു, കാരണം അതിന് ഉറപ്പായിട്ട് അതിനകത്ത് ING ഫോം വരണം. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ ഞാൻ INGയുടെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഇവിടെ ING കൂടാതെ മറ്റൊരു ഓക്സിലറി വെർബ് കിടപ്പുണ്ട്, അത് ആറാണ്. ഒരു നിസ്സാര കാര്യം ഓർത്തു വെച്ചിരുന്നാൽ ഇങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസും ക്ലിയറായി ആൻസർ ചെയ്യാം. ആക്റ്റീവ് വോയിസിൽ ഈസ്, ആം, ആർ പ്ലസ് ING വന്നാൽ, ആക്റ്റീവ് വോയിസിൽ ഈസ്, ആം, ആർ പ്ലസ് ING വന്നാൽ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഈസ്, ആം, ആർ പ്ലസ് ബീയിങ് എന്നുണ്ടായിരിക്കണം. ഇത് കാണാൻ പിടിച്ച് വെച്ചേക്കുക. ഇത്രേ ഉള്ളൂ, വേറെ ഒന്നും ഓർക്കേണ്ട കാര്യം പോലും ഇല്ല. നിങ്ങൾ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, അതൊക്കെ അങ്ങനെ വരുന്ന കേസുകൾ മാത്രം നോക്കിയാൽ മതി. ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ആക്റ്റീവ് വോയിസിൽ ഈസെന്നോ ആമെന്നോ ആറെന്നോ കിടന്നിട്ട് അതിൻ്റെ കൂടെയാണ് ING വരുന്നതെങ്കിൽ ഇവിടെ നോക്കുക, ഓർഗനൈസിങ് എന്നുണ്ട്, കൂടെ എന്ത് കിടപ്പുണ്ട്, ആറെന്നും കൂടി കിടപ്പുണ്ട്. അങ്ങനെ വന്നാൽ പാസീവ് വോയിസിൽ ഈസെന്നോ ആമെന്നോ ആറെന്നോ വരാം, കൂടെ ബീയിങ് ഉണ്ടായിരിക്കണം. ക്ലിയർ? അപ്പോൾ ഇവിടെ പലരും ഒരു കൺഫ്യൂസിങ് എന്താണെന്ന് വെച്ചാൽ, ക്വസ്റ്റ്യനകത്ത് ആർ ഓർഗനൈസിങ് ആണ്, ആർ പ്ലസ് ING ആണ്. അപ്പോൾ ആൻസറിനകത്തും ആർ പ്ലസ് ബീയിങ് ആണോ വരേണ്ടത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ക്വസ്റ്റ്യനകത്ത് ഈസോ ആമോ ആറോ പ്ലസ് ING വന്നാൽ ആൻസറിനകത്തും ഈസോ ആമോ ആറോ പ്ലസ് ബീയിങ് വരാം. അല്ലാതെ ക്വസ്റ്റ്യനകത്ത് ഈസ് വന്നാൽ ആൻസറിനകത്ത് ഈസ് വരണം, ക്വസ്റ്റ്യനകത്ത് ആറ് വന്നാൽ ആൻസറിനകത്ത് ആറ് വരണം എന്നൊന്നുമില്ല. ക്വസ്റ്റ്യനകത്ത് ഈസാമാറാണെങ്കിൽ ആൻസറിനകത്ത് ഈസിലോ ആമിലോ ആറിലോ ഏത് വേണോ വരാം, പ്രൊവൈഡഡ് കൂടെ ബീയിങ് എന്ന ഫോം ഉണ്ടായിരിക്കണം. ക്ലിയർ? അപ്പോൾ ഇവിടെ യു എന്ന് വന്നത് കൊണ്ടാണ് ഇവിടെ ആർ എന്ന് വന്നത്, കാരണം യുവിനോടൊപ്പം നമ്മൾ പ്ലൂറൽ എഴുതാറുള്ളൂ. പക്ഷേ ആൻസറിനകത്ത് ദിസ് ഡിബേറ്റ് എന്നാണ് നടക്കുന്നത്. ഒറ്റ ഡിബേറ്റിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ കൂടെ സിംഗുലർ ഉപയോഗിക്കാൻ പാടുള്ളൂ. ക്ലിയർ? ഇനി അല്ല, നിങ്ങളിങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഈസാം ആർ പ്ലസ് ING ക്വസ്റ്റ്യനകത്ത് വന്നാൽ ആൻസറിനകത്ത് ഈസാം ആർ പ്ലസ് ബീയിങ് വരണം എന്ന് ഓർക്കുക. ഇനി കുറച്ചുകൂടി എളുപ്പമായി, ഇവിടെ ക്വസ്റ്റ്യനകത്ത് ആർ പ്ലസ് ING ആണ്. അപ്പോൾ ആൻസറിനകത്ത് ഈസോ ആമോ ആറോ പ്ലസ് ബീയിങ്ങേ വരാൻ പാടുള്ളൂ. ഇവിടെ ബീയിങ് ഉണ്ട്, പക്ഷേ ഈസ് അല്ല, ഹാസ് ആണ് കിടക്കുന്നത്, പോയി. ഇവിടെ ബീയിങ് ഉണ്ട്, പക്ഷേ ഈസോ ആമോ ആറോ ഒന്നുമല്ല, ഹാവ് ആണ് കിടക്കുന്നത്, പോയി. ക്ലിയർ? ഇവിടെ ബീയിങ് ഉണ്ട്, പക്ഷേ ഈസോ ആമോ ആറോ അല്ല, ഹാസ് ആണ് കിടക്കുന്നത്, അതുകൊണ്ട് അത് കളഞ്ഞു. ഇവിടെയും ബീയിങ് ഉണ്ട്, പക്ഷേ ഈസോ ആമോ ആറോ അല്ല കൂടെ കിടക്കുന്നത്,
ഹാവ് ആണ്. അപ്പോൾ അതും കളഞ്ഞു. ഇത് നമ്മൾ ഓൾറെഡി ING ഇല്ലാത്തത് കൊണ്ട് നേരത്തെ കളഞ്ഞായിരുന്നു. ഇനി ഒരു ഒറ്റ ഓപ്ഷനെ പെൻഡിങ് ഉള്ളൂ. അതിനെ വേണമെങ്കിൽ അങ്ങ് ടിക്ക് ചെയ്ത് വയ്ക്കാം. ഇനി അല്ലെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഈസിൻ്റെ കൂടെയാണ് ബീയിങ് കിടക്കുന്നത്. ഇത്രയേ ഉള്ളൂ. മറ്റൊന്നും ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. ക്ലിയർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 4 കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അവർ ബോട്ട് ക്ലബ് ഈസ് ട്രൈങ് ടു റേസ് മണി ടു ബൈ എ ന്യൂ ലൈഫ് ബോട്ട്. ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ വി ഡാഷ് 500 ലെറ്റേഴ്സ് ആസ്കിങ് ഫോർ കോൺട്രിബ്യൂഷൻസ്. അപ്പോൾ 2 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു 90% കേസുകളിലും ഇങ്ങനെ 2 സെൻറ്റൻസ്, അതായത് ഫുൾ സ്റ്റോപ്പ് ഇട്ട് അടുത്ത സെൻറ്റൻസ് തരികയാണെങ്കിൽ ആ ബ്ലാങ്ക് കിടക്കുന്ന സെൻറ്റൻസ് ഏതാണോ അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു ഫാക്റ്റ് വെച്ചിട്ടായിരിക്കണം ആൻസറിലേക്ക് പോകേണ്ടത്. എല്ലാ ക്വസ്റ്റ്യനും അങ്ങനെയാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. സാധാരണഗതിയിൽ 2 സെൻറ്റൻസുകളുണ്ടെങ്കിൽ രണ്ടാമത്തെ സെൻറ്റൻസിലാണ് ബ്ലാങ്ക് ഡാഷ് ഇട്ട് തരുന്നതെങ്കിൽ മിക്കവാറും ആ സെൻറ്റൻസിൽ എന്തെങ്കിലും ഒരു ഫാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഫൈനൽ ആൻസറിലേക്ക്, ഓപ്ഷനിലേക്ക് പോകേണ്ടത്. ഇവിടെ വിൽ ബി സെൻഡിങ്, വിൽ ഹാവ് സെൻഡ്, വിൽ ഹാവ് ബീൻ സെൻഡിങ്, വിൽ സെൻഡ് എല്ലാത്തിനകത്തും വിൽ എന്ന് കിടപ്പുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാം ഇതൊരു ഫ്യൂച്ചർ ടെൻസിൻ്റെ ക്വസ്റ്റ്യനാണ്. ഫ്യൂച്ചർ ടെൻസിനകത്താണ് നമ്മൾ വില്ലും ഷാലും ഒക്കെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ ടെൻസിൻ്റെ ക്വസ്റ്റ്യനാണെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സെൻറ്റൻസിനകത്ത് നെക്സ്റ്റ് ഡേ, നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് മന്ത്, നെക്സ്റ്റ് ഇയർ എക്സെട്ര അങ്ങനെ വരികയാണെങ്കിൽ ഒരു സെൻറ്റൻസിനകത്ത് നെക്സ്റ്റ് ഡേ, നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് മന്ത്, നെക്സ്റ്റ് ഇയർ, നെക്സ്റ്റ് സൺഡേ, നെക്സ്റ്റ് ഈവനിങ്, നെക്സ്റ്റ് മോർണിംഗ്, ഓക്കെ, നെക്സ്റ്റ് ക്രിസ്മസ് അങ്ങനെ വരികയാണെങ്കിൽ അത് സിമ്പിൾ ഫ്യൂച്ചറാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് വെച്ചാൽ വിൽ ഓർ ഷാൽ പ്ലസ് V1, വിൽ സെൻഡ് അല്ലെങ്കിൽ വിൽ റൈറ്റ്, ഷാൽ ഗോ, അങ്ങനെ വിൽ ഓർ ഷാൽ പ്ലസ് V1 ആണ്. എന്നാൽ ഈ നെക്സ്റ്റ് ഡേ, നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് മന്ത്, നെക്സ്റ്റ് ഇയർ എന്നതിനൊക്കെ പകരം ബൈ നെക്സ്റ്റ് ഡേ, ബൈ നെക്സ്റ്റ് വീക്ക്, ബൈ നെക്സ്റ്റ് മന്ത്, ബൈ നെക്സ്റ്റ് ഇയർ, ക്ലിയർ, ബൈ നെക്സ്റ്റ് ഡേ, ബൈ നെക്സ്റ്റ് വീക്ക്, ബൈ നെക്സ്റ്റ് മന്ത്, ബൈ നെക്സ്റ്റ് ഇയർ, ബൈ 2025 അങ്ങനെയൊക്കെ വരികയാണ്. ക്ലിയർ. അപ്പോൾ നെക്സ്റ്റ് ഡേ, നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് മന്ത്, നെക്സ്റ്റ് ഇയറിന് പകരം ബൈ നെക്സ്റ്റ് ഡേ, ബൈ നെക്സ്റ്റ് വീക്ക്, ബൈ നെക്സ്റ്റ് മന്ത്, ബൈ നെക്സ്റ്റ് ഇയർ, ബൈ 2025, ബൈ ദെൻ എന്നൊക്കെ വരികയാണ്. ബൈ ദെൻ ഒക്കെ എഴുതാം. ബൈ ദെൻ അങ്ങനെ ബൈ ഇട്ടാണ് വരുന്നതെങ്കിൽ പിന്നെ നിങ്ങളുടെ വിൽ ഓർ ഷാൽ പ്ലസ് V1 എഴുതാൻ പാടില്ല. അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ ആൻസർ വിൽ അല്ലെങ്കിൽ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് V3 ആണ് ആൻസർ. ഇത് കാണാൻ പിടിച്ച് വെച്ചേക്കുക. ബൈ നെക്സ്റ്റ് ഡേ, ബൈ നെക്സ്റ്റ് മന്ത്, ബൈ നെക്സ്റ്റ് ഇയർ, ബൈ ദെൻ, ബൈ 2025, ബൈ 2030 അങ്ങനെയൊക്കെയാണ് വരുന്നതെങ്കിൽ വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് V3 എന്ന ഒറ്റ ഉത്തരമേ അവിടെയുള്ളൂ, മറ്റൊരു ഉത്തരവുമില്ല. ഈ ക്വസ്റ്റ്യനിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെയും 4 ഓപ്ഷനും വില്ലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വെറുതെ ഫ്യൂച്ചർ ടെൻസ് ആണെന്ന് മനസ്സിലായ ഒരാൾ കയറിയിട്ട് വിൽ സെൻഡ് എന്നൊക്കെ അങ്ങ് എഴുതി വയ്ക്കാൻ ചാൻസ് ഉണ്ട്. അവിടെ ഒരു കാരണവശാലും അത് ചെയ്യരുത്. കാരണം ഇവിടെ എന്ത് കിടപ്പുണ്ട്? ദ ബൈ എന്ന് കിടപ്പുണ്ട്. ഈ വർഷം അവസാനം എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറാണ്. ഈ വർഷം അവസാനം എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറാണ്. പക്ഷേ ബൈ ദി എൻഡ് ഓഫ് ദിസ് ഇയർ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബൈ കയറി വരികയാണെങ്കിൽ വിൽ അല്ലെങ്കിൽ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് V3. ഇവിടെ വില്ലുണ്ട്, ഷാലും ഹാവും ഇല്ല, കളയാം. ഇവിടെ വില്ലുണ്ട്, ഷാൽ ഓർ വിൽ അല്ലെങ്കിൽ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് V3. വില്ലുണ്ട്, ഹാവ് ഉണ്ട്, V3 ഉണ്ട്. അതവിടെ നിന്നോട്ടെ. വില്ലുണ്ട്, ഹാവ് ഉണ്ട്, പക്ഷേ ഇവിടെ വെർബ് പ്ലസ് ING ആണ് നടക്കുന്നത്. V3 ഫോമേ എഴുതാൻ പാടുള്ളൂ, അത് കളയാം. വിൽ സെൻഡ് എന്ന് പറയുന്നത് വിൽ പ്ലസ് V1 ആണ്, അതും കളയാം. അപ്പോൾ ഈ രണ്ടാമത്തെ ഓപ്ഷൻ അവിടുത്തെ കറക്റ്റ് ആൻസർ വിൽ അല്ലെങ്കിൽ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് V3. സെൻഡിൻ്റെ V3 ആണ് SEND. സെൻഡിൻ്റെ V3 ആണ് SENT എന്ന് പറയുന്നത്. SEND V1, SENT V2, SENT തന്നെയാണ് V3 എന്ന് പറയുന്നത്. അപ്പോൾ ബൈ ദി എൻഡ് ഓഫ് നെക്സ്റ്റ് ഇയർ വി വിൽ ഹാവ് സെൻഡ് 500 letters asking for contributions. ക്ലിയർ ആണ്. ഈ പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ് ഡേ, നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് മന്ത്, നെക്സ്റ്റ് ഇയർ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ വിൽ അല്ലെങ്കിൽ ഷാൽ പ്ലസ് V1 സിമ്പിൾ ഫ്യൂച്ചർ. ബൈ നെക്സ്റ്റ് ഡേ, ബൈ നെക്സ്റ്റ് വീക്ക്, ബൈ നെക്സ്റ്റ് മന്ത്, ബൈ നെക്സ്റ്റ് ഇയർ, ബൈ 2022, ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ, ബൈ ദ എൻഡ് ഓഫ് നെക്സ്റ്റ് ഇയർ, ബൈ ദ എൻഡ് ഓഫ് 2022 അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ, അങ്ങനെ ബൈ കിടക്കുന്നുണ്ടെങ്കിൽ വിൽ അല്ലെങ്കിൽ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് V3. അവിടെ ഹാസ് പോലും എഴുതരുത്. വില്ലിൻ്റെയും ഷാലിൻ്റെയും കൂടെ ഹാവ് മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഹാവ് പ്ലസ് V3 ആയിരിക്കണം. ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 5 കോൺകോഡ് എന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അതിൽ നിന്ന് സ്ഥിരം ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. നെയ്തർ ലാൽ നോർ ഹിസ് ഫ്രണ്ട്സ് ഡാഷ് അറൈവ്ഡ്. നെയ്തർ ലാൽ നോർ ഹിസ് ഫ്രണ്ട്സ് ഡാഷ് അറൈവ്ഡ്. ക്ലിയർ. ഓർ, ഈതർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ
ഏതൊക്കെയാണ്? ഓർ, ഈതർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓർ, ഈതർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഇവയിൽ ഏതെങ്കിലും ഒന്ന് സെന്റൻസിനകത്ത് വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് സബ്ജക്റ്റ് അനുസരിച്ച് വെർബ് എഴുതുക. രണ്ടാമത് കിടക്കുന്ന സബ്ജക്റ്റ് അനുസരിച്ച് വെർബ് എഴുതുക. ക്ലിയർ? അപ്പോൾ നെയ്തർ നോർ, ഇവിടെ നെയ്തർ ലാൽ നോർ ഹിസ് ഫ്രണ്ട്സ് എന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ ഓർ, ഈതർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്നൊക്കെയാണ് വരുന്നതെങ്കിൽ രണ്ടാമത്തെ സബ്ജക്റ്റ് അനുസരിച്ച് വെർബ് എഴുതുക. ഇവിടെ നോക്കാം, നെയ്തർ നോർ വന്നു, രണ്ട് സബ്ജക്ട്സ് ഉണ്ട്. ഒന്ന് ലാൽ, ലാൽ ഒന്നാമത്തെ സബ്ജക്ട്സ്, ഹിസ് ഫ്രണ്ട്സ്. ഇനി ഹിസ് എന്ന് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സ് എന്ന് മാത്രം എടുക്കാം. ലാൽ ഒന്നാമത്തെ സബ്ജക്റ്റ്, ഹിസ് ഫ്രണ്ട്സ് രണ്ടാമത്തെ സബ്ജക്റ്റ്. ഓർ, ഈതർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഒക്കെ വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ സബ്ജക്റ്റ് അനുസരിച്ച് വെർബ് എഴുതണമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ സബ്ജക്റ്റ് ഹിസ് ഫ്രണ്ട്സ്. അതിൻ്റെ അർത്ഥം രണ്ടാമത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നിങ്ങളുടെ വെർബും ആൻസറും സിംഗുലർ ആയിരിക്കണം. രണ്ടാമത്തെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നിങ്ങളുടെ ആൻസറും പ്ലൂറൽ ആയിരിക്കണം. അല്ലെങ്കിൽ തുടർന്ന് വരുന്ന വെർബും പ്ലൂറൽ ആയിരിക്കണം. അതുകൊണ്ടാണ് രണ്ടാമത്തെ സബ്ജക്റ്റ് അനുസരിച്ച് വെർബ് എഴുതണം എന്ന് പറഞ്ഞത്. അത് സിംഗുലർ ആണെങ്കിൽ ആൻസർ സിംഗുലർ വെർബ്, അത് പ്ലൂറൽ ആണെങ്കിൽ ആൻസർ പ്ലൂറൽ വെർബ്. ക്ലിയർ ആണ്? ഇവിടെ ഹിസ് ഫ്രണ്ട്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അവൻ്റെ കൂട്ടുകാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സിംഗുലർ ഒരാളെ ഉള്ളുവെങ്കിൽ സിംഗുലർ, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ പ്ലൂറൽ. ഹിസ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ കൂട്ടുകാർ എന്നാണ്. അതിൻ്റെ അർത്ഥം ഒന്നിൽ കൂടുതൽ പേരുണ്ട്, അതിനർത്ഥം ഇത് പ്ലൂറൽ ആണെന്നാണ് അർത്ഥം. ഹിസ് ഫ്രണ്ട്സ് പ്ലൂറൽ ആയ സ്ഥിതിക്ക് തുടർന്ന് വരുന്ന വെർബ് എന്താകാൻ പാടുള്ളൂ? പ്ലൂറൽ വെർബ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി ഓപ്ഷനിൽ പോയി ഈസ്, ഹാവ്, ഹാസ്, വാസ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതൊരു വെർബോ ഓക്സിലറി വെർബോ, നൗണിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. നൗൺ ആണെങ്കിൽ നമുക്ക് എണ്ണി നോക്കാൻ പറ്റും. ഒരെണ്ണമേ ഉള്ളൂവെങ്കിൽ സിംഗുലർ, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ പ്ലൂറൽ. എന്നാൽ ഒരു വെർബ് എടുക്കുമ്പോൾ ആ വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് എസ്സിലാണ് അവസാനിക്കുന്നതെങ്കിൽ അത് സിംഗുലാർ വെർബ്. എസ്സിലാണ് അവസാനിക്കുന്നതെങ്കിൽ സിംഗുലാർ വെർബ്. ഇനി എസ്സിലല്ല അവസാനിക്കുന്നതെങ്കിൽ അത് പ്ലൂറൽ വെർബ്. അപ്പോൾ ഒരു വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് എടുത്തു കഴിഞ്ഞാൽ അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ തിരിച്ചറിയാൻ ഒരൊറ്റ മാർഗം മാത്രം മതി. ആ വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് എസ്സിലാണ് അവസാനിക്കുന്നതെങ്കിൽ അത് സിംഗുലാർ വെർബ്. എസ്സിലാണെങ്കിൽ സിംഗുലാറിൻ്റെ എസ് എടുത്താൽ മതി. സിംഗുലാർ വെർബ് എസ്സിലല്ല അവസാനിക്കുന്നെങ്കിൽ അത് പ്ലൂറൽ വെർബ്. 4 ഓക്സിലറി വെർബാണ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. നോക്കാം. ഈസ് എസ്സിലാണ് അവസാനിക്കുന്നത്, അത് സിംഗുലാർ വെർബ്. ഹാവ് എസ്സിലല്ല അവസാനിക്കുന്നത്, അപ്പോൾ അത് പ്ലൂറൽ വെർബ്. ഹാസ് എസ്സിലാണ് അവസാനിക്കുന്നത്, സിംഗുലാർ വെർബ്. വാസും എസ്സിലാണ് അവസാനിക്കുന്നത്, സിംഗുലാർ വെർബ്. ക്ലിയർ? അപ്പോൾ ഇവിടെ ഹിസ് ഫ്രണ്ട്സ് പ്ലൂറൽ ആയതുകൊണ്ട് നെയ്തർ നോർ എടുക്കുന്നുണ്ട്, രണ്ടാമത് സബ്ജക്റ്റ് എടുക്കാവൂ. ഇവിടെ പ്ലൂറൽ വെർബ് എഴുതാൻ പാടുള്ളൂ. ആൻസർ ഹാവ് ആണ്. ഇനി എക്സാം ഹോളിൽ പോയിരിക്കുമ്പോൾ നിങ്ങൾ റൂള് മറന്നുപോയി. അങ്ങനെയാണെങ്കിൽ ഏറ്റവും എളുപ്പമാർഗം നിങ്ങൾ നേരെ ഓപ്ഷനിൽ പോവുക. ഓപ്ഷനിൽ പോകുമ്പോൾ 4 ഓപ്ഷൻ വായിക്കുക. ഈസ്, ഹാവ്, ഹാസ്, വാസ്. ഈസ് സിംഗുലർ, ഹാസ് സിംഗുലർ, വാസ് സിംഗുലർ, ഹാവ് മാത്രം പ്ലൂറൽ. അങ്ങനെ 4 ഓപ്ഷനിൽ 3 എണ്ണം സിംഗുലറും 1 എണ്ണം പ്ലൂറലുമാണെങ്കിൽ 90% അതിൻ്റെ ഉത്തരം പ്ലൂറൽ ആയിരിക്കാനാണ് ചാൻസ്. ഇനി തിരിച്ചായിരുന്നു നോക്കുക. ആർ, ഹാവ്, ഡു, ഈസ് എന്നാണ് എടുക്കുന്നത്. ആറ് പ്ലൂറൽ, ഹാവ് പ്ലൂറൽ, ഡു പ്ലൂറൽ, ഈസ് മാത്രം സിംഗുലർ. അങ്ങനെയാണെങ്കിൽ ആ ക്വസ്റ്റിൻ്റെ ആൻസർ മിക്കവാറും ഈസ് ആയിരിക്കും. ഈ എളുപ്പമാർഗം കൂടെ വെറുതെ ഓർത്ത് വെച്ചേക്കുക. റൂള് പ്രകാരം പോയാൽ മതി. ഇനി അങ്ങനെ റൂള് മറന്നു പോകുന്നവർ മാത്രം അങ്ങനെ ചെയ്താൽ മതി. ഇവിടെ ഈസും ഹാസും വാസും എല്ലാം സിംഗുലർ. അപ്പോൾ 3 സിംഗുലറും 1 പ്ലൂറലാണ് ഓപ്ഷനുള്ളൂ. അപ്പോൾ പ്ലൂറൽ ആൻസർ എന്നങ്ങ് കൊടുത്താലും മതി. ക്ലിയർ ആണ്? അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 6. രാജു ഈസ് ബിലീവ്ഡ് ഡാഷ് ഇൻ ഓസ്ട്രേലിയ. പലരെയും കൺഫ്യൂസ് ചെയ്യിച്ചൊരു ക്വസ്റ്റ്യൻ. ചിലർക്ക് രാജു ഈസ് ബിലീവ്ഡ് ടു ബി ലിവിങ് ഇൻ ഓസ്ട്രേലിയ ശരിയെന്ന് തോന്നി. ഇനി അത് ശരിയെന്ന് എടുക്കുകയാണെങ്കിൽ ചിലർക്ക് ഡൗട്ട് രാജു ഈസ് ബിലീവ്ഡ് ടു ലിവ് ഇൻ ഓസ്ട്രേലിയ എന്താ ശരിയായിക്കൂടെ എന്ന് തോന്നാം. ശരിയാണ്, രണ്ടും നമുക്ക് വായിക്കുമ്പോൾ ശരിയെന്ന് തോന്നാം. ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, തന്നിരിക്കുന്ന ഒരു സെൻറ്റൻസിനകത്ത് ഈസ് എന്ന് കിടക്കുകയാണെങ്കിൽ ആ ഈസിന് ശേഷം V1 അല്ലെങ്കിൽ വെർബിനൊപ്പം എസ് ഓർ ഇഎസ്. ഏതൊക്കെയാണ്? ഈസിന് ശേഷം V1 അല്ലെങ്കിൽ വെർബിനൊപ്പം എസ് ഓർ ഇഎസ് ഉപയോഗിക്കാൻ പാടില്ല. ക്ലിയർ? ഇത് വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്, പക്ഷേ ഇത് പലരും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ശ്രദ്ധിക്കുക, തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഈസിന് ശേഷം V1 വെർബിനൊപ്പം എസ് ഓർ ഇഎസ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഓർക്കുക. അപ്പോൾ പലർക്കും ടു ലീവ് എന്ന് എഴുതണമെന്നുള്ളവരുടെ കൺഫ്യൂഷൻ അവിടെ തീർന്നു കൊള്ളണം. കാരണം ഇവിടെ ഈസ് എന്ന സെൻറ്റൻസിനകത്ത് കിടപ്പുണ്ട്. പിന്നെ ഇവിടെ V1 വെർബിനൊപ്പം എസ് ഓർ ഇഎസ് ഒന്നും വരാൻ പാടില്ല. ഇവിടെ ടു ലീവ് V1 ആണ്. ലീവ് എന്ന് പറയുന്നത് V1. ലീവ് V1, ലിവ്സ്
വെർബിനൊപ്പം എസ്, ലിവ്ഡ് V2, ലിവ്ഡ് തന്നെയാണ് V3. ഞാനിവിടെ ING ചേർക്കണമെങ്കിൽ ലിവിങ് എന്ന് വരും. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ അവിടെ കളയണം. കാരണം ഈസിന് ശേഷം V1 അല്ലെങ്കിൽ വെർബിനൊപ്പം എസ് ഓർ ഈസ് ഉപയോഗിക്കില്ല എന്ന് നിസ്സാരമായൊരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത പോയിന്റ്, ചിലർക്ക് ഇവിടെ ഡൗട്ട്, ടു ബീയിങ് ലിവിങ്, രാജു ഈസ് ബിലീവ്ഡ് ടു ബീയിങ് ലിവിങ്. ഭൂരിഭാഗം പേർക്കും അത് വായിക്കുമ്പോൾ തെറ്റെന്ന് അറിയാം. ഇനി അതും ശരിയും തോന്നുന്നവരെന്ന് ഓർത്ത് വെച്ചേക്കുക. രണ്ട് ING ഫോം ഒരിക്കലും അടുത്തടുത്ത് ഉപയോഗിക്കാൻ പാടില്ല. ഇവിടെ ബീയിങ് ഒരു ING ആണ്, ലിവിങ് ING ആണ്. അങ്ങനെയൊന്നും ഒരിക്കലും വരത്തില്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുത്. രാജു ഈസ് ബിലീവ്ഡ് ടു ബീയിങ് ലിവിങ് ഇൻ ഓസ്ട്രേലിയ തെറ്റാണ്. അപ്പോൾ രണ്ട് ING ഫോം അടുത്ത് വരാൻ പാടില്ല. അടുത്തത്, രാജു ഈസ് ബിലീവ്ഡ് ലിവിങ് ഇൻ ഓസ്ട്രേലിയ. ഇനി അതും ശരിയും തോന്നുന്നവർ ഒരു കാര്യം കൂടെ ഓർക്കുക, രണ്ട് വെർബ് ഒരിക്കലും അടുത്ത് വരത്തില്ല. രണ്ട് ING ഫോം അടുത്ത് വരത്തില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ രണ്ട് വെർബും ഒരിക്കലും അടുത്ത് വരത്തില്ല. അടുത്തടുത്ത് രണ്ടോ ഗ്യാപ്പ് കഴിഞ്ഞ് വരാം, ചേർന്ന് വരത്തില്ല. ഇവിടെ ബിലീവ്ഡ്, ഒരു വാക്കിനോടൊപ്പം ED ചേർന്ന് വന്നാൽ ഉറപ്പായിട്ടും അതൊരു വെർബ് V2 അല്ലെങ്കിൽ V3 പാസ് ഫോമാണ്, വെർബിൻ്റെ പാസ് ഫോമാണ്. അപ്പോൾ ബിലീവ്ഡ് എന്ന് പറയുന്ന ഒരു വെർബാണ്. പിന്നെ വീണ്ടും ഇവിടെ ഒരു വെർബ് വരാൻ പാടില്ല. നമ്മൾ D ആൻസർ എടുത്തുള്ള കുഴപ്പം എന്താണ്? ലിവിങ് എന്ന് പറയുന്നത് ഒരു വെർബ് പ്ലസ് ING ആണ്. വെർബിനോടൊപ്പം ING ചേർത്ത് എഴുതിയിരിക്കുന്ന ഫോമാണ് ലിവിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബിലീവ്ഡ് കഴിഞ്ഞ് ഉടൻ ലിവിങ് എന്ന് എടുത്ത് എഴുതാൻ പാടില്ല. ഒന്നോ രണ്ടോ യൂസേജ് കഴിഞ്ഞിട്ട് ലിവിങ് എന്ന് എഴുതുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ബിലീവ്ഡ് ലിവിങ് എന്ന് ഒരിക്കലും അടുത്തടുത്ത് എഴുതാൻ പാടില്ല. കാരണം ബിലീവ്ഡും വെർബ്, ലിവിങ്ങും വെർബ്, രണ്ട് വെർബ് ചേർന്ന് നിൽക്കാൻ പാടില്ല എന്ന പോയിന്റ് അങ്ങ് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ക്ലിയർ? അപ്പോൾ ഇവിടെ B കളയാം, രണ്ട് ING അടുത്ത് വരാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് C കളയാം, രണ്ട് വെർബ് അടുത്ത് വരാൻ പാടില്ല എന്നുള്ളത് D കളയാം. രാജു ഈസ് ബിലീവ്ഡ് ടു ബി ലിവിങ് ഇൻ ഓസ്ട്രേലിയ ആണ് കറക്റ്റ് ആൻസർ. രാജു ഈസ് ബിലീവ്ഡ് ടു ബി ലിവിങ് ഇൻ ഓസ്ട്രേലിയ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഈ പോയിന്റ് നമ്മളങ്ങനെ സ്ഥിരം കാണുന്നൊരു ക്വസ്റ്റ്യൻ അല്ല, നോർക്കുക. ഈസിന് ശേഷം V1 അല്ലെങ്കിൽ വെർബിനൊപ്പം എസ് ഓർ ഈസ് ഉപയോഗിക്കാൻ പാടില്ല. ING ഫോം ഉപയോഗിക്കാം, പക്ഷേ ഈ V1 അല്ലെങ്കിൽ വെർബിനൊപ്പം എസ് ഓർ ഈസ് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ പോയി. രണ്ട് ING ഫോം അടുത്തടുത്ത് വരാൻ പാടില്ല. മൂന്നാമത്തെ ഓപ്ഷൻ പോയി. രണ്ട് വെർബ് അടുത്തടുത്ത് വരാൻ പാടില്ല. ബിലീവ്ഡും വെർബ്, ലിവിങ്ങും വെർബാണ്. വെർബിനോടൊപ്പം ING വരുന്ന ഫോമാണ്. അപ്പോൾ രണ്ട് വെർബ് അടുത്തടുത്ത് വരാൻ പാടില്ല. അപ്പോൾ Dയും പോയി. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? രാജു ഈസ് ബിലീവ്ഡ് ടു ബി ലിവിങ് ഇൻ ഓസ്ട്രേലിയ. ഈ ക്വസ്റ്റ്യൻസിലെല്ലാം ഇതേപോലത്തെ ഓപ്ഷൻസ് ആയിരിക്കും തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോയിന്റ് ഓർത്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്താം, ഒരു കുഴപ്പമില്ല. ക്ലിയർ ആണ്? അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 7. I can always rely dash him in any difficulty. ഓപ്ഷൻസ് കാണുമ്പോൾ അറിയാം പ്രിപ്പോസിഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. I can always rely dash him in any difficulty. കാണാതെ പഠിച്ചു വെച്ചേക്കുക rely on. rely on എന്ന വാക്ക് കാണാതെ പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ഇവിടെ I can always rely on him in any difficulty ആണ് കറക്റ്റ് ആൻസർ. ഈ ഓൺ എന്ന പ്രിപ്പോസിഷൻ പഠിക്കുമ്പോൾ ഓർക്കേണ്ട ഒന്ന് രണ്ട് വാക്കുകൾ, ഒന്ന് bend on, BEND, bend on, keen on കാണാൻ പഠിച്ചു വെച്ചേക്കുക. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. bend on, keen on. He is bent dash mischief. He is bent on mischief. അങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. He is bent on mischief. ഓ bend on, keen on എന്ന് തന്നെ പഠിക്കുക. rely on പലതവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഈ rely on എന്ന് പറയുന്നത്. റീസെൻ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് congratulate on. പലരും തെറ്റിക്കാറുണ്ട്. കൺഗ്രാച്ചുലേറ്റ് ഓൺ കാണാൻ പഠിച്ച് വെച്ചേക്കുക. കൺഗ്രാച്ചുലേറ്റ് ഓൺ. അപ്പോൾ ഓൺ വരുന്ന ചില പ്രപ്പോസിഷൻ്റെ വാക്കുകൾ ബെൻഡ് ഓൺ, കീൻ ഓൺ, റിലൈ ഓൺ, കൺഗ്രാച്ചുലേറ്റ് ഓൺ. ബെൻഡ് ഓൺ, കീൻ ഓൺ, റിലൈ ഓൺ, കൺഗ്രാച്ചുലേറ്റ് ഓൺ. കൺഗ്രാച്ചുലേറ്റ് CON അവിടെ തന്നെ ON കിടപ്പുണ്ട്. കൺഗ്രാച്ചുലേറ്റ് ഓൺ. ക്ലിയർ? അപ്പോൾ CON എന്നതിനെ കിടപ്പുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് ഡൗട്ട് വരികയാണെങ്കിൽ ആ വാക്കിനകത്ത് തന്നെ പ്രപ്പോസിഷൻ കിടപ്പുണ്ട്. ON അവിടെ കിടപ്പുണ്ട്. ON കൺഗ്രാച്ചുലേറ്റ് ഓൺ. ഇത് മുമ്പ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഐ കൺഗ്രാച്ചുലേറ്റഡ് ഹിം ഡാഷ് ഹിസ് സക്സസ്. അപ്പോൾ ഇവിടെ പലപ്പോഴും പലർക്കും തെറ്റുന്നത് ഇവിടെ ഇൻ, ഫോർ, ബൈ, ഓൺ എന്നൊക്കെ കൊടുത്തേക്കും. പലരും ഐ കൺഗ്രാച്ചുലേറ്റഡ് ഹിം ഫോർ ഹിസ് സക്സസ് എന്നൊക്കെ എഴുതി വയ്ക്കാറുണ്ട്. വായിക്കുമ്പോൾ കുറച്ചുകൂടെ സുഖം അതാണെങ്കിലും ഒരു കാരണവശാലും അവിടെ ഫോർ എഴുതരുത്. ഐ കൺഗ്രാച്ചുലേറ്റഡ് ഹിം ഓൺ ഇസ് സക്സസ് ആണ് കറക്റ്റ് ആൻസർ. അതുകൊണ്ട് കൺഗ്രാച്ചുലേറ്റ് ഓൺ എന്ന വാക്ക് കാണാൻ പഠിച്ചേക്കുക. കൺഗ്രാച്ചുലേറ്റ് കഴിഞ്ഞ് ഒരു പ്രിപ്പോസിഷൻ എഴുതേണ്ട ആവശ്യമുണ്ടെങ്കിൽ അവിടെ പ്രിഫർ ചെയ്യേണ്ടത് ഓൺ ആണ് എന്ന് വ്യക്തമായി ഓർത്ത് വെച്ചേക്കുക. ബെൻഡ് ഓൺ, കീൻ ഓൺ, റിലൈ ഓൺ, കൺഗ്രാച്ചുലേറ്റ് ഓൺ അതാണ് അതിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വേർഡ് ടു ബി നോട്ടഡ്. അപ്പോൾ കൺഗ്രാച്ചുലേറ്റ് ഓൺ ഇത്രയും വാക്കുകളൊന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ സിനോണിം ഓഫ് ദി വേർഡ് പിൽഫർ. പിൽഫർ എന്ന വാക്കിൻ്റെ സിനോണിം
പലരും ആദ്യമായിട്ട് കാണുന്ന വാക്കാണ്, മിക്കവാറും പേരെ തെറ്റിച്ച ക്വസ്റ്റ്യൻ കൂടിയായിരുന്നു സിനോണിം ഓഫ് പിൽഫർ എന്ന് പറയുന്നത്. ഈ സിനോണിം ആൻറ്റോണിം ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി അറിയില്ലെങ്കിൽ അതിനെ കയറി അറ്റൻഡ് ചെയ്യാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ കാണാത്ത പല പുതിയ വാക്കുകളും ചോദിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ സ്ഥിരമായി ഹിന്ദു പത്രം എന്തോരൊക്കെ വായിച്ചിട്ട് വൊക്കാബുലറി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. പിൽഫർ എന്ന വാക്കിൻ്റെ അർത്ഥം സ്റ്റീൽ എന്നാണ്. സ്റ്റീൽ, മോഷ്ടിക്കുക എന്നാണ്. സ്റ്റീൽ എന്ന് വെച്ചാൽ ഒരു വലിയ മോഷണമല്ല, ഓഫ് സംതിങ് വിച്ച് ഈസ് ഓഫ് ലെസ് ഇമ്പോർട്ടൻസ്, വളരെ പ്രാധാന്യം കുറഞ്ഞ എന്തെങ്കിലും ചെറിയ വസ്തുക്കളെ മോഷ്ടിക്കുന്നതിനെയാണ് സ്റ്റീൽ, പിൽഫർ എന്ന് പറയുന്നത്. ക്ലിയർ? പിൽഫർ എന്ന് പറഞ്ഞാൽ മോഷണം, പക്ഷേ ചെറിയ സാധനങ്ങളെയൊക്കെ മോഷ്ടിക്കുന്ന പ്രവണതയാണ് പിൽഫർ എന്ന് പറയുന്നത്. അപ്പോൾ പിൽഫർ എന്ന വാക്കിൻ്റെ മീനിങ് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റീൽ എന്നാണ്. 1-2 മീനിങ് കൂടെ പഠിക്കുക. പ്രൊഫ്യൂസ് എന്ന വാക്കിൻ്റെ അർത്ഥം ലാവിഷ് എന്നാണ്. പ്രൊഫ്യൂസ് എന്ന വാക്കിൻ്റെ അർത്ഥം ലാവിഷ് എന്നാണ്. പ്രത്യേകം ഓർക്കുക, പ്രൊഫ്യൂസ് ലാവിഷ് എന്നാണ്. പ്രൊഫ്യൂസ് ലാവിഷ്. ഇവിടെ സെക്കൻഡ് ലാസ്റ്റ് അക്ഷരം എസ് ആണ്. ഇവിടെ സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ എസ് ആണ്. അങ്ങനെ ഓർക്കുക. ഓപ്ഷനിൽ പോയിട്ട് പ്രൊഫ്യൂസിൻ്റെ മീനിങ് അറിയത്തില്ല, അതിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ നോക്കുക. എസ് ആണ്, ലാവിഷ് എസ് ആണ്. അപ്പോൾ പ്രൊഫ്യൂസ് ലാവിഷ്. എക്സ്ട്രിക്കേറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ഫ്രീ എന്നാണ്. ഫ്രീ ആവും, ടു മേക്ക് ഫ്രീ അല്ലെങ്കിൽ ഫ്രീ. എക്സ്ട്രിക്കേറ്റ് മീൻസ് ഫ്രീ എന്നാണ് അർത്ഥം. ഹാഗിൾ എന്ന വാക്കിൻ്റെ അർത്ഥം ബാർഗെയിൻ ചെയ്യുക എന്നാണ്. ഹാഗിൾ മീൻസ് ബാർഗെയിൻ എന്നാണ്. ബാർഗെയിൻ എന്നാണ്. സെസ്റ്റ് എന്ന വാക്ക് മുമ്പ് ചോദിച്ചപ്പോൾ ഫെർവർ എന്നൊരു ഓപ്ഷൻ ഇട്ടു തന്നത്. FERVOUR ഫെർവർ എന്നാണ് ഇട്ട് തന്നത്. ഇനി ഫെർവർ ഓപ്ഷൻ ഇല്ലെങ്കിൽ യു ക്യാൻ ഓൾസോ റൈറ്റ് എന്തൂസിയാസം. ക്ലിയർ? അപ്പോൾ സെസ്റ്റ് എന്ന വാക്കിന് ഫെർവർ എന്നൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ എന്തൂസിയാസം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്നൊക്കെ അർത്ഥമുണ്ട്. ഫെർവറാണ് PSC ചോദിച്ചത്. ഇനി നാളെ സിസ്റ്റം തന്നിട്ട് എന്തൂസിയാസം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്നൊക്കെ ചോദിച്ചാൽ അതും ആൻസർ തന്നെയാണ്. അപ്പോൾ 5 വാക്കുകൾ പഠിച്ചു. ഒന്ന് പിൽഫർ എന്ന വാക്കിൻ്റെ അർത്ഥം സ്റ്റീൽ എന്നാണ്. പിൽഫർ മീൻസ് സ്റ്റീൽ എന്നാണ്. പ്രൊഫ്യൂസ് മീൻസ് ലാവിഷ്. എക്സ്ട്രിക്കേറ്റ് എന്ന് വെച്ചാൽ ഫ്രീ എന്നാണ് അർത്ഥം. ഹാഗിൾ ബാർഗെയിൻ. സെസ്റ്റ് ഫെർവർ, FERVOUR ഫെർവർ അല്ലെങ്കിൽ എന്തൂസിയാസം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്നാണ് അർത്ഥം. ഫെർവർ, എന്തൂസിയാസം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ ഒന്നുകൂടി: പിൽഫർ സ്റ്റീൽ, പ്രൊഫ്യൂസ് ലാവിഷ്, ഹാഗിൾ ബാർഗെയിൻ, എക്സ്ട്രിക്കേറ്റ് ഫ്രീ, സെസ്റ്റ് ഫെർവർ, സെസ്റ്റ് എന്തൂസിയാസം, സെസ്റ്റ് ഇൻട്രസ്റ്റ്. 3 ശരിയാണ്. ക്ലിയർ ആണ്? അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9. To blow one's own trumpet. Idioms and phrases ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. To blow one's own trumpet means, അർത്ഥം ഇതാണ്. To blow one's own trumpet means to praise oneself. ഒരാളെ സ്വയം പുകഴ്ത്തുന്നതിനെയാണ് to blow one's own trumpet എന്ന് പറയുന്നത്. അപ്പോൾ സ്വയം പുകഴ്ത്തുന്നതിനെയാണ് to praise oneself, അതിനെ തന്നെയാണ് to blow one's own trumpet എന്ന് പറയുന്നത്. അതുപോലെ 3 വാക്കുകൾ, 3 ഇഡിയംസ് കൂടെ പഠിച്ചു വെച്ചേക്കുക. ടു ത്രോ മഡ് എന്ന് വെച്ചാൽ ചെളി എറിയുക എന്നാണ്. മഡ്, ചെളി. അപ്പോൾ ടു ത്രോ മഡ് എന്ന് വെച്ചാൽ ടു ക്രിട്ടിസൈസ് ഓർ ഇൻസൾട്ട്. മറ്റൊരാളെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുക അല്ലെങ്കിൽ മോശം പറയുക അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുക. ഇതെല്ലാം അർത്ഥം കിട്ടും. നമ്മൾ മലയാളത്തിൽ ചില സിനിമകളിലൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങോട്ടും ചെളി വാരി എറിയരുതെന്ന് പറയാറുണ്ട്. അപ്പോൾ അത് ഇത് തന്നെയാണ്. അങ്ങോട്ടും പരസ്പരം ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുക. ഇതിനൊക്കെയാണ് ടു ത്രോ മഡ് എന്ന് പറയുന്നത്. ക്ലിയർ? ടു ത്രോ മഡ് മീൻസ് ടു ക്രിട്ടിസൈസ് ഓർ ടു ഇൻസൾട്ട് എന്നാണ് അർത്ഥം. ടു എൻഡ് ഇൻ സ്മോക്ക്. ഒരു കാര്യം നമ്മൾ വളരെ ആക്റ്റീവായിട്ട് ചെയ്തുകൊണ്ടിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരുന്നു, പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടിയില്ല, അതൊരു ഫ്ലോപ്പായി പോയി. അതിനെയാണ് ടു എൻഡ് ഇൻ സ്മോക്ക് എന്ന് പറഞ്ഞാൽ. ടു എൻഡ് ഇൻ സ്മോക്ക് മീൻസ് ടു കം ടു നത്തിങ് അല്ലെങ്കിൽ വളരെ ചുരുക്കി പറഞ്ഞാൽ ഫെയിൽ എന്നും പറയാം. ടു കം ടു നത്തിങ് അല്ലെങ്കിൽ ഫെയിൽ എന്നും പറയാം. അപ്പോൾ ടു ത്രോ മഡ് മീൻസ് ടു ക്രിട്ടിസൈസ് ഓർ ടു ഇൻസൾട്ട്. ടു എൻഡ് ഇൻ സ്മോക്ക് എല്ലാം പുകയിൽ അവസാനിച്ചു എന്ന് വെച്ചാൽ ടു കം ടു നത്തിങ് അല്ലെങ്കിൽ ടു ഫെയിൽ എന്നാണ് അർത്ഥം. ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു, പക്ഷേ അവസാനം അത് ഫെയിൽ ആവുന്നതിനെയാണ് ടു എൻഡ് ഇൻ സ്മോക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു ഹിറ്റ് ദ ജാക്ക്പോട്ട് മീൻസ് ടു ഗെറ്റ് ആൻ അൺഎക്സ്പെക്റ്റഡ് വിക്ടറി. നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് കിട്ടുന്ന ഒരു വിജയത്തെയാണ്
ടു ഹിറ്റ് ദ ജാക്ക് പോട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ടു ഹിറ്റ് ദ ജാക്ക് പോട്ട് മീൻസ് ടു ഗെറ്റ് അൺഎക്സ്പെക്റ്റഡ് വിക്ടറി. ക്ലിയർ? ലോട്ടറി എടുക്കുമ്പോൾ അത് നമുക്ക് ലോട്ടറി അടിക്കും. എന്താണ് ടു ഹിറ്റ് ദ ജാക്ക് പോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ലോട്ടറി എടുക്കുന്ന എല്ലാവർക്കും കിട്ടാറില്ല. അപ്പോൾ അത് അപ്രതീക്ഷിതമായി കിട്ടുന്നൊരു വിജയമായിരിക്കാം, പ്രതീക്ഷിതമല്ല. അപ്പോൾ ടു ഗെറ്റ് എൻ അൺഎക്സ്പെക്റ്റഡ് വിക്ടറി ഈസ് കോൾഡ് ടു ഹിറ്റ് ദ ജാക്ക് പോട്ട്. അപ്പോൾ ടു ത്രോ മഡ് അറ്റ്, ടു ക്രിട്ടിസൈസ് ഓർ ടു ഇൻസൾട്ട്, ടു എൻഡ് ഇൻ സ്മോക്ക്, ടു കം ടു നത്തിങ്. ടു കം ടു നത്തിങ് എന്ന് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ടു കം ടു നത്തിങ് എന്ന് വെച്ചാൽ ടു ഫെയിൽ എന്നാണ് അർത്ഥം. അപ്പോൾ ഏതോന്ന് എഴുതാം. ടു എൻഡ് ഇൻ സ്മോക്ക് മീൻസ് ടു കം ടു നത്തിങ്, അല്ലെങ്കിൽ ടു ഫെയിൽ. ടു ഹിറ്റ് ദ ജാക്ക് പോട്ട് മീൻസ് ടു ഗെറ്റ് ആൻ അൺഎക്സ്പെക്റ്റഡ് വിക്ടറി. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഓപ്ഷനകത്ത് ആദ്യത്തെ ഓപ്ഷൻ ചിലപ്പോൾ ടു ഗെറ്റ് എ വിക്ടറി എന്നായിരിക്കും. ഓക്കെ, ലാസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ടു ഗെറ്റ് ആൻ അൺഎക്സ്പെക്റ്റഡ് വിക്ടറി എന്ന് കിടക്കുന്നത്. അപ്പോൾ ടു ഗെറ്റ് എ വിക്ടറി എന്ന് കാണാം, ടു ഗെറ്റ് ആൻ എക്സ്പെക്റ്റഡ് വിക്ടറി എന്ന് കാണാം, ടു ഗെറ്റ് ആൻ അൺഎക്സ്പെക്റ്റഡ് വിക്ടറി എന്ന് കാണാം. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് കിട്ടുന്നൊരു വിജയത്തെയാണ് ടു ഹിറ്റ് ദ ജാക്ക് പോട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണ്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഹി ഈസ് ദി നെക്സ്റ്റ് ഡാഷ് ടു ദി ത്രോൺ. ക്വസ്റ്റ്യൻ ഇതാണ്. ഹി ഈസ് ദി നെക്സ്റ്റ് ഡാഷ് ടു ദി ത്രോൺ. ഹെയർ, എയർ, ഹെയർ, ഹെയർ, ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. സിമിലർ വേർഡ്സ് തന്നിട്ട് ഇതുപോലെ ചോദിക്കാറുണ്ട്. കൺഫ്യൂസിങ് വേർഡ്സ് അല്ലെങ്കിൽ കൺഫ്യൂസിങ് അഡ്ജക്റ്റീവ്സ്, അതായത് ഒരുപോലെ ഇരിക്കും പക്ഷെ മീനിങ് വേറെ ആയിരിക്കും. അപ്പോൾ അത് പലർക്കും കൺഫ്യൂസിങ് ആവും. അതുകൊണ്ടാണ് അതിന് കൺഫ്യൂസിങ് വേർഡ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഈസ് ദി നെക്സ്റ്റ് ഡാഷ് ദി ത്രോൺ എന്ന് പറയുന്നത്. ത്രോൺ എന്ന വാക്കിന്റെ അർത്ഥം അറിയാത്തവർ അറിയുക, സിംഹാസനം എന്നാണ്. ത്രോൺ എന്ന് വെച്ചാൽ സിംഹാസനം എന്നാണ്. അപ്പോൾ നെക്സ്റ്റ് ടു ദി ത്രോൺ, നെക്സ്റ്റ് ടു ദി ത്രോൺ എന്ന് വെച്ചാൽ സിംഹാസനത്തിൽ അടുത്ത് ഇരിക്കേണ്ട ആൾ ആരാണ്? ഹെയർ, എയർ, ഹെയർ, ഹെയർ. അപ്പോൾ സിംഹാസനത്തിൽ അടുത്ത് ഇരിക്കേണ്ട ആൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ എയറിനെ കളയാം, വായു. HAIR ഹെയർ, തലമുടിയാണ്. അപ്പോൾ അതിനെയും കളയാം, ഹെയറും കളയാം. ഇനി ചിലർക്ക് ഉത്തരം അറിയാമായിരിക്കാം, ചിലർക്ക് ഇനി ഡൗട്ട് വരുന്നത് ഇത് 2 ഓപ്ഷനാണ്. HARE ഹെയർ ഓർത്ത് വെച്ചേക്കുക, അത് മുയലാണ്. മുയലിനെയാണ് HARE ഹെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഹെയർ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഇത് പിൻഗാമിയാണ്, അതായത് അടുത്ത സിംഹാസനത്തിൽ പിന്തുടർച്ച അവകാശി ആയിട്ട്, പിന്തുടർച്ച അവകാശിയാണ് കൃത്യമായിട്ടുള്ള വാക്ക്. അപ്പോൾ HEIR എന്ന് വെച്ചാൽ പിന്തുടർച്ച അവകാശി അല്ലെങ്കിൽ പിൻഗാമിയായിട്ട് വരുന്ന ആൾ. അപ്പോൾ ഹി ഈസ് ദി നെക്സ്റ്റ് ഹെയർ ടു ദി ത്രോൺ ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ എയർ എടുക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. ഹെയറും എടുക്കാൻ പറ്റത്തില്ല എന്നറിയാം. HARE ഹെയർ മുയലാണ്. അപ്പോൾ ഈ 4 ഒരുപോലെ വരുന്ന വാക്കുകളാണ്. 4 ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്യുക. HEIR ഹെയർ പിന്തുടർച്ച അവകാശി, എയർ വായു, HARE ഹെയർ മുയലാണ്, HIR മുടിയാണ്. അപ്പോൾ ഇത് 4 ക്ലിയർ ആണ്. 2 വാക്കുകളോട് പഠിക്കാം. ഒന്ന് ചൈൽഡിഷ്, മറ്റൊന്ന് ചൈൽഡ് ലൈക്ക്. പലപ്പോഴും പലരെയും കൺഫ്യൂസ് ചെയ്യുന്ന വാക്ക് ചൈൽഡിഷ് എന്ന വാക്കിൻ്റെ അർത്ഥം സില്ലി എന്നാണ്. സില്ലി എന്നാണ്. സില്ലി അല്ലെങ്കിൽ സീരിയസിൻ്റെ ഓപ്പോസിറ്റാണ് സില്ലി എന്ന് പറയുന്നത്. അപ്പോൾ ചൈൽഡിഷ്, സില്ലി. ചൈൽഡ് ലൈക്ക് എന്ന് വെച്ചാൽ ഇന്നസെൻ്റ് എന്നാണ് അർത്ഥം. കുട്ടികളെ പോലെ, നിഷ്കളങ്കമായത്. ക്ലിയർ? കുട്ടികളെ പോലെ, ലൈക്ക്, കുട്ടികളെ പോലെ. അപ്പോൾ ചൈൽഡ് ലൈക്ക് എന്ന് വെച്ചാൽ ഇന്നസെൻ്റ് എന്നാണ് അർത്ഥം. ഇത് 2 എല്ലാവർക്കും അങ്ങോട്ട് മാറിപ്പോകാറുണ്ട്. ചൈൽഡിഷും ചൈൽഡ് ലൈക്കും, സില്ലിയും ഇന്നസെൻറ്റും ആണെന്ന് കൃത്യമായി ഓർത്ത് വെച്ചേക്കുക. ഇനി മാറിപ്പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മീനിങ് അറിയാം. ഏതോ ഒന്ന് സില്ലിയാണ്, ഏതോ ഒന്ന് ഇന്നസെൻ്റ് ആണെന്ന് അറിയാമെങ്കിൽ സില്ലി എടുക്കുക. സില്ലിയുടെ ആദ്യത്തെ അക്ഷരം ഏതാ? എസ് എടുക്കുക. ഈ എസ് ചൈൽഡിഷും ചൈൽഡ് ലൈക്കും 2 വാക്കുകൾ ഞാൻ പറഞ്ഞു. ചൈൽഡിഷ്, ചൈൽഡ് ലൈക്ക്. സില്ലിയുടെ എസ് ഏതിനകത്താണ് കിടക്കുന്നതെന്ന് നോക്കുക. ചൈൽഡിഷിനകത്ത് എസ് ഉണ്ട്, ചൈൽഡ് ലൈക്കിനകത്ത് എസ് എന്നൊരു അക്ഷരമേ ഇല്ല. ക്ലിയർ ആണല്ലോ? അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി. സില്ലി എന്ന വാക്കപ്പോൾ ഏതിൻ്റെ മീനിങ് ആണ്? ചൈൽഡിഷിൻ്റെ മീനിങ് ആണ്. CHILDISH. കാരണം സില്ലിയുടെ എസ് ചൈൽഡിഷിനകത്ത് എസ് കിടപ്പുണ്ട്. അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ ചൈൽഡിഷ്, സില്ലി, ചൈൽഡ് ലൈക്ക്, ഇന്നസെൻറ്റ്. ക്ലിയർ ആണ്? ഫെയറും ഫെയറും. ഫെയർ എന്ന് വെച്ചാൽ ബ്യൂട്ടിഫുൾ എന്നാണ് അർത്ഥം. ഫെയർ എന്ന് വെച്ചാൽ ബ്യൂട്ടിഫുൾ. ഷീ ഈസ് എ ഫെയർ ലേഡി എന്ന് വെച്ചാൽ കാണാൻ ഭംഗിയുള്ളത് എന്നാണ് അർത്ഥം. ബ്യൂട്ടിഫുൾ. ഫെയർ എന്ന് വെച്ചാൽ ബസ് ഫെയർ. നമ്മൾ കണ്ടു ബസ് ഫെയർ എന്ന് നമ്മൾ പറയുമെങ്കിൽ എപ്പോഴും നമുക്ക് സ്പെല്ലിംഗ് കൺഫ്യൂഷനാണ്. ഫെയർ എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഫീ എന്നാണ് അർത്ഥം. യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അതിന് കൊടുക്കേണ്ട ഫീ, തുകയെയാണ് FARE ഫെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഫെയർ നമ്മൾ RE നമ്മൾ ചിലപ്പോൾ ₹1 എന്നൊക്കെ എഴുതാറുണ്ട്. ₹1. അപ്പോൾ നമ്മൾ റുപ്പീസ് എന്ന് എഴുതുന്നത് പോലെ തന്നെ 1 രൂപയേ ഉള്ളൂവെങ്കിൽ നമ്മൾ RE ഇട്ടിട്ട് ₹1 എന്ന് എഴുതുന്നുണ്ട്. അപ്പോൾ RE അവസാനിക്കുന്നത് രൂപ, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് ഓർക്കാം. ഇനി ഫെയർ എന്ന് വെച്ചാൽ ബ്യൂട്ടിഫുൾ എന്നാണ്. അപ്പോൾ FAIR ഉണ്ട്, FARE ഉണ്ട്. നമ്മൾ ഈ സുന്ദരിക്ക് പൊട്ടുതൊടൽ എന്നൊരു കളിയുണ്ടല്ലോ. അപ്പോൾ ഇവിടെ
ഇതാണ് സുന്ദരി എന്ന് വയ്ക്കുക, അതിനത് ആ പൊട്ട് തൊടുന്നു ഐ. അപ്പോൾ ഈ രണ്ട് വാക്കുകൾ വരുമ്പോൾ ബ്യൂട്ടിഫുൾ എന്നുള്ള മീനിങ് കിട്ടാനായിട്ട് ഏത് വാക്കിലാണ് നമ്മൾ പൊട്ട് തൊട്ട് കൊടുക്കുന്നതെന്ന് ഓർത്താൽ മതി. ഐയുടെ മുകളിലാണ് പൊട്ട് തൊടുന്നത്. അപ്പോൾ FAIR ഫെയർ, ബ്യൂട്ടിഫുൾ എന്നങ്ങ് ഓർക്കുക. FARE റുപ്പി വണ്ണം ഓർക്കുക, ട്രാൻസ്പോർട്ടേഷൻ. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. പറഞ്ഞതെല്ലാം വളരെ പ്രധാനപ്പെട്ടത്. വൊക്കാബുലറിക്ക് പ്രത്യേകം സ്ട്രെസ് കൊടുത്ത് പഠിക്കുക. താങ്ക് യു.